നമ്മുടെ സദ്യയിലെ കുറുക്കുകാളനാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് ചെനച്ച കായാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരുപാട് പഴുത്തതുമല്ല, നല്ല പച്ചയല്ല, അങ്ങനെ ഒരു മീഡിയം ഇതിലുള്ള കായ. അപ്പൊ അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ 2 കിലോ ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കഷ്ണങ്ങൾ വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഉരുളിയിൽ തുറന്നു വെച്ചിട്ട് തന്നെയാണ് വേവിക്കാൻ പോണത്. അപ്പൊ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ കൂടുതൽ നിൽക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ സന്നിക്കുട്ടി ഉണ്ട്. അപ്പൊ സന്നിക്കുട്ടി ഇങ്ങനെ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് മാറാതെ. അപ്പൊ ഇതിന് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ നന്നായിട്ട്. സന്നിക്കുട്ടിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇപ്പൊ എൻ്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഇങ്ങനെ അതേപോലെയൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് കേട്ടോ. നമ്മളെ കുറച്ച് അടി പിടിക്കാതിരിക്കാനായിട്ട് കായും ചേനയല്ലേ, അപ്പൊ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മള് പകുതി വേവായി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പൊ നമ്മൾ കുറച്ച് നല്ല പുളിയുള്ള തൈര് ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 2 ലിറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പൊ അത് അടിച്ചു കൊടുത്തിട്ട് ഇനി അത് ആ തൈരിലേക്ക് കിടന്നിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു 5-6 മിനിറ്റ് തൈരിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 3 നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരു ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപാട് പുളി ഞാൻ വെക്കുന്ന കളനിൽ ഒരുപാട് പുളി ഉണ്ടാവാറില്ല കേട്ടോ. ഒരു ചെറിയൊരു മധുരവും കൂടി ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അപ്പൊ ഇത് പുളിയുള്ള കാളനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ പഞ്ചസാര ഇടുന്നത് അവോയ്ഡ് ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്, മുളക്, ഉലുവ, കറിവേപ്പിലയും കൂടെ നമ്മൾ മൂപ്പിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.